Assalamualaikum warahmatullahi wabarakatuh. എപ്പോഴും നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പൊട്ടറ്റോയിലൊക്കെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും സ്മൈലീസും ഒക്കെ അല്ലേ തയ്യാറാക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്പീ ഫ്രൈ ആണ്. അതായത് വെള്ളക്കടലയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പൊ വെള്ളക്കടലയാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ പലരും എന്റെ അടുത്ത് ചോദിക്കും കറുത്ത കടല യൂസ് ചെയ്താൽ നന്നായിരിക്കുമെന്ന്. ഈ ചിക്പീ ഫ്രൈക്ക് കറുത്ത കടല നന്നാവത്തില്ല. അപ്പൊ അതിന് നമ്മൾ വെള്ളക്കടല തന്നെ ഉപയോഗിക്കണം. അതും 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് തന്നെ നമ്മൾ അത് വേവിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് ഈ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത കടലയാണ്. ഇത് ഞാൻ പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ട് 2 വിസിൽ വരെ ഇത് വേവിച്ചെടുക്കും. ഉപ്പിടേണ്ട ആവശ്യമില്ല. 2 വിസിൽ കേട്ട ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഇതിനുള്ളിലെ പ്രഷർ എല്ലാം പോയിട്ടാണ് കുക്കർ ഓപ്പൺ ചെയ്ത് കടല ഡ്രെയിൻ ചെയ്ത് എടുക്കുന്നത്. വെളിയിൽ നല്ല ഇടിയും മഴയും ഒക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ 2 വിസിൽ കേട്ടിട്ടുണ്ട്. ഞാൻ ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇതിവിടെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. നമുക്ക് ഈ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 8 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് വേവിച്ചെടുത്തത് കൊണ്ടാണ് 2 വിസിലിന് തന്നെ ഇതുപോലെ വെന്ത് കിട്ടിയത്. ഇനി നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഞാനിവിടെ കടല നല്ലതുപോലെ ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കടല നമുക്ക് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കരുത് നമ്മളിത് അരച്ചെടുക്കുമ്പോൾ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ ഒരു ഫുഡ് പ്രോസസറിൽ ഇട്ടിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇതിപ്പോ നമ്മളുടെ സാധാരണ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പ്രോസസറിലിട്ട് അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഈ കടലയ്ക്കോടൊപ്പം തന്നെ ഞാനിവിടെ 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നല്ല ഒരു ഗാർലിക്കിന്റെ ഫ്ലേവർ നമുക്ക് ഇതിന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് വേണം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കേണ്ടത്. ഞാൻ ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. കടലയും വെളുത്തുള്ളിയും കൂടി ഞാനിവിടെ ഉപ്പ് ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഈ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഒട്ടും ഇതിലേക്ക് വെള്ളം ചേർക്കരുതെന്ന് പറയുന്നത്. ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിനായിരിക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഈ കടല അരച്ചതില് നമ്മൾ 2 ടേബിൾ സ്പൂൺ കടലമാവും കൂടി ചേർത്ത് കൊടുക്കും. കുറച്ച് പിടുത്തത്തിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഈ കടലമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കണം. ഇത് നിങ്ങളുടെ എരിവിന്റെ പാകത്തിന് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/4 ടീസ്പൂൺ അയമോദകവും 1 ടീസ്പൂൺ കറുത്ത എള്ളും 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് എല്ലാ സ്ഥലത്തും മിക്സ് ആവത്തക്ക രീതിയിൽ വേണം കുഴച്ചെടുക്കേണ്ടത്. പിന്നെ ആദ്യം നമ്മൾ ഉപ്പ് ചേർത്താണ് അരച്ചെടുത്തത്. നിങ്ങൾ നോക്കണം, ഉപ്പില്ലെങ്കിൽ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഈ മാവ് ഞാനിവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവല്ല, കുറച്ച് ഹാർഡായിട്ടുള്ള മാവാണ്. അപ്പൊ നമ്മള് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് ഈ കടലമാവ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കനം കുറച്ച് പരത്തിയെടുക്കണം. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്നതിന് മുൻപ് ഈ കട്ടിംഗ് ബോർഡിലേക്ക് കുറച്ച് കടലമാവ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. നമുക്ക് പരത്തുന്ന സൗകര്യത്തിനനുസരിച്ച് ഈ കടലമാവ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇതൊരു സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് എടുക്കണം. ബാക്കി വരുന്ന ഈ എക്സസ് പീസ് വീണ്ടും നമ്മൾ കുഴച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്.
ഇതിന്റെ ഉൾഭാഗം നമുക്ക് ഒരു ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഇനി ഇതിനെ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്യണം സെന്ററിൽ നിന്ന്. ഇതിനെ നമുക്ക് ട്രയാങ്കിൾ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇരിക്കുന്ന മാവെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ പരത്തി ഷേപ്പ് ചെയ്ത് ഇതുപോലെ ഫോർക്ക് കൊണ്ടൊന്ന് കുത്തിയ ശേഷം കട്ട് ചെയ്തെടുക്കണം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസ് മാവും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഒരു സൈഡ് റെഡി ആകുമ്പോൾ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇതിവിടെ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയിരിക്കുന്ന ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിന്റെ പീസസ് നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്പീ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. കെച്ചപ്പും കൂട്ടി കഴിക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.